അച്ഛൻ ഇപ്പൊ വിളിച്ചായിരുന്നു. അച്ഛൻ മുത്തശ്ശിയും കൊണ്ട് വൈദ്യരെ കണ്ടിട്ട് വരുമായിരുന്നു. അപ്പോഴേ അച്ഛൻ ഓടിച്ച വണ്ടിക്കെതിരെ ഒരു വാഹനം വന്നായിരുന്നു. ആ വണ്ടി ഡ്രൈവ് ചെയ്തത് കണ്ണേട്ടനാണോന്ന് അച്ഛനൊരു സംശയം. കണ്ണനോ? കാലിന് വയ്യാത്ത അവൻ എങ്ങനെയാ കാർ ഓടിക്കുന്നേ? വ്യക്തമായിട്ടൊന്നും കണ്ടില്ല. എങ്കിലും അച്ഛനത് പറഞ്ഞപ്പോ ആകെ ഒരു ടെൻഷൻ പോലെ. മോളെ, കുട്ടിക്കാലം മുതലേ കാർ ഓടിക്കാൻ അവന് വലിയ ഇഷ്ടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ അവന്റെ അച്ഛന്റെ കൂടെ പോകുമ്പോഴേ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ മുറ്റത്തിട്ട് കാർ മുമ്പോട്ടും പുറകോട്ടും ഒക്കെ എടുക്കുകയും ചെയ്യുമായിരുന്നു. 10-12 വയസ്സുള്ളപ്പോഴുള്ള കാര്യോ പറഞ്ഞത്. അന്ന് ആ അപകടം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരു 15 വയസ്സാവുമ്പോഴേക്കും അവൻ നല്ലൊരു ഡ്രൈവറായേനെ. പക്ഷെ ഇപ്പൊ അവൻ ജീവനോടെ പോലും ഇല്ല. പിന്നെ എങ്ങനെ കാർ ഓടിക്കാനാ? ഇനി അവന്റെ പ്രേതമായിരിക്കും കാർ ഓടിച്ചോണ്ട് പോയത്. അത് അച്ഛന്റെ വെറും തോന്നലാണെന്നാ മുത്തശ്ശിയും പറഞ്ഞത്. ആ പിന്നെ ഇതിനു മുൻപ് നമുക്കേറ്റ തിരിച്ചടിയൊക്കെ ആലോചിച്ചപ്പോ അകത്തൊരു കൊള്ളിയ മിന്നി. മോളെ, കണ്ണൻ ഇപ്പൊ ഇല്ല, ആ മാർക്കോയും. ദേ, ആ വിശ്വാസത്തില് നമ്മള് മുന്നോട്ട് പോയാ മതി. നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെയാ കാര്യങ്ങൾ നടക്കുന്നത്. സാഗർ മരിച്ചില്ല എന്നതൊഴിച്ചാ ബാക്കിയെല്ലാം നടന്നു കഴിഞ്ഞു. മഞ്ജുവിന്റെ വയറ്റിൽ ഇപ്പൊ കുഞ്ഞുമില്ല. ദേ, ഇനി എത്രയും പെട്ടെന്ന് മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞിട്ടേ മഞ്ജുവിനെയും മേഘനയും തമ്മിൽ ഒന്നിപ്പിക്കണം. എന്നാ ഇത്തരം തോന്നലുകളൊക്കെ ഉണ്ടാവുമ്പോ അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചു പറയാതിരുന്നൂടെ? ഇതൊക്കെ ഞാൻ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ. അതറിഞ്ഞിട്ടും എന്തിനാണോ എന്തോ അച്ഛൻ ഇങ്ങോട്ട് തന്നെ വിളിച്ചത്. അപ്പൊ മോൾക്ക് അച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞുകൂടായിരുന്നോ? ആംബുലൻസില് ഇവിടെ കണ്ണന്റെ ബോഡി കൊണ്ടുവരുമ്പോ അത് കാണാൻ ഒരുങ്ങിയിരുന്നോളാൻ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ, ഇപ്പൊ നമ്മളെയൊക്കെ പോലെ തന്നെ കണ്ണനും മഹാലക്ഷ്മിയാ ഇപ്പൊ അച്ഛന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ മനസ്സില്. അതുകൊണ്ടാ സ്വപ്നത്തിലും അല്ലാതെയൊക്കെ അവരെ കണ്ടതുപോലെയൊക്കെ തോന്നുന്നേ. ഒരുത്തിയാണെങ്കി ഇപ്പൊ കറങ്ങി നടക്കുവാ. ഭർത്താവ് വന്ന ശേഷേ അവനെ സൽക്കരിക്കാനായിട്ട്. ഇനി അവള് മടങ്ങി വരുന്നത് അവന്റെ ചലിക്കാത്ത ശരീരം കാണാനായിരിക്കും. സ്വത്തെല്ലാം അവളുടെ പേരിലായതുകൊണ്ട് ഇനി നമ്മളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറയോന്നറിയില്ല. അങ്ങനെ പറഞ്ഞാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങത്തില്ല മോളെ. കണ്ണനുമായിട്ട് എനിക്ക് ബന്ധമൊന്നും ഇല്ലാതെ ഉള്ളൂ. അവന്റെ അച്ഛനെ എന്റെ ഭർത്താവാ. അദ്ദേഹമാ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് പിന്നെ വെറും കൈയോടെ നമ്മളെല്ലാം ഇറക്കി വിടാൻ അവൾക്ക് പറ്റുമോ? എന്റെ മോളെ, അതൊന്നും നടക്കാത്ത കാര്യമാ. കണ്ണന്റെ ചടങ്ങുകളൊക്കെ നടന്നു കഴിഞ്ഞാലേ നമ്മള് പിന്നെ മഹാലക്ഷ്മിയുടെ കയ്യിന്ന് സ്വത്തിന്റെ അവകാശം എല്ലാം തിരിച്ചെഴുതി വാങ്ങിക്കും. അതിനുവേണ്ടി ഇതിനകത്തവളെ പൂട്ടിയിടണമെങ്കിൽ അതും ചെയ്യും ഉണ്ണിയും മേഘനും എല്ലാം കൂടെ. കണ്ണന് വയ്യാത്തതുകൊണ്ടേ അവന്റെ സ്വത്ത് ഒരുപാട് മോഹിച്ചതാ. അതങ്ങനെ അത്ര പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല മോളെ. അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ മോളിങ്ങോട്ട് വാ.